രാജ്യാന്തര അവയവ കച്ചവട കേസിൽ മുഖ്യകണ്ണികളിൽ ഒരാൾ പോലീസ് പിടിയിലായി. അറസ്റ്റിലായത് ഹൈദരാബാദ് സ്വദേശി ബല്ലാം രാമപ്രസാദ് കൊണ്ട. ഡോണർമാരെ കണ്ടെത്തിയത് ഇയാളാണെന്നും മുഖ്യപ്രതിയായ മധുവിനെ കണ്ടെത്തി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ഹൈദരാബാദിലെ ഹോട്ടലിൽ ഒളിച്ചു താമസിക്കുന്നതിനിടയിലാണ് പ്രതാപൻ എന്ന് വിളിക്കുന്ന ബല്ലാം രാമപ്രസാദ് കൊണ്ട പോലീസ് വലയിലായത്. ഇയാളെ പിടിക്കുന്നതിനായി ആലുവ പോലീസ് ടീം കഴിഞ്ഞ 2 ദിവസമായി അവിടെ തുടരുകയായിരുന്നു. വിദേശത്തേക്ക് കടക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കവെയാണ് 4ാം പ്രതിയായി ഇയാൾ കുടുങ്ങിയത്. വൃക്ക നൽകാൻ സന്നദ്ധരാകുന്നവരെ കണ്ടെത്തിയിരുന്നത് പ്രതാപനായിരുന്നു. ഓൺലൈൻ വഴിയാണ് ഡോണർമാരിലേക്ക് എത്തുന്നത്. ഇറാനിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് മധുവും സാബിത്തുമാണ്. വൃക്ക ആവശ്യമുണ്ടെന്ന് ഇവർ അറിയിക്കുമ്പോൾ പ്രതാപൻ ഡോണർമാരെ അവിടേക്ക് അയക്കുകയായിരുന്നു രീതിയെന്നും റൂറൽ SP വൈഭവ് സക്സേന. ഇയാൾ ഈ എല്ലാ ഡോണേഴ്സ്മാരെക ഇത് ഫേസ്ബുക്ക് പേജസ് വരിനെ പിന്നെ ഓൺലൈൻ വരിനെ സെർച്ച് ചെയ്തിരുന്നു. അത് അവർക്ക് ഓൺലൈൻ വരിനെ ഇത് സെർച്ച് ചെയ്തിട്ട് then he would induce them to become a donor. Then this fellow will find for suitable kidney donors from India and that person will be transported to Iran. വെറും 7 ലക്ഷം രൂപ മാത്രമാണ് വൃക്ക നൽകുന്നവർക്ക് ഇവർ നൽകിയിരുന്നത്. വൃക്ക വാങ്ങുന്നവരിൽ നിന്ന് ഈടാക്കുന്നത് 60 ലക്ഷത്തിന് മുകളിലാണ്. 10 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയ നടത്തുന്ന ഇറാനിലെ ആശുപത്രിക്ക് നൽകും. വൃക്ക നൽകുന്നവരുടെ തുടർ ചികിത്സയ്ക്കും മറ്റുമായി 10 ലക്ഷം രൂപയും ചെലവഴിക്കും. വിമാന ടിക്കറ്റും എടുത്തു നൽകും. 30 ലക്ഷത്തോളം രൂപയാണ് ഒരിടപാടിൽ കമ്മീഷനായി റാക്കറ്റിന് കിട്ടുന്നത്. വൃക്ക നൽകിയവരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും ഇതര സംസ്ഥാനക്കാരാണ്. സംഭവവുമായി ഹൈദരാബാദിലെയും മറ്റും ആശുപത്രികൾക്ക് പങ്കുള്ളതായി പോലീസിന് സംശയമുണ്ട്. കേരളത്തിലെ ആശുപത്രികൾക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുകയാണ്. ഇറാനിലുള്ള മുഖ്യപ്രതി കൊച്ചി സ്വദേശി മധുവിനെ കണ്ടെത്തി നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് തുടങ്ങി. ആദ്യഘട്ടത്തിലുള്ള 4 പ്രതികളിൽ സാബിത്ത്, സജിത് ശ്യാം, പ്രതാപൻ എന്നിവരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.